ചെറിയ പെരുന്നാളിനെ ആഘോഷപൂർവ്വം വരവേൽക്കുകയാണ് സൗദിയിലെ മലയാളികൾ. പെരുന്നാൾ ആശംസകൾ കൈമാറി മധുരം വിതരണം ചെയ്തും മൈലാഞ്ചി അണിഞ്ഞ് മലയാളി കുടുംബങ്ങൾ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സുഹൃത്തുക്കളും കുടുംബങ്ങളുമെല്ലാം ഒത്തുകൂടി ജിദ്ദയിലെ മലയാളികൾ ചെറിയ പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു. പാട്ടുപാടിയും പെരുന്നാൾ ആശംസകൾ കൈമാറിയും കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞും കുടുംബിനികളും കുട്ടികളുമെല്ലാം ആഘോഷിക്കുകയാണ്. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് വിരാമം വിട്ടുകൊണ്ട് റമദാന്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ഏതാനും ദിവസങ്ങളെ അവർ ആഘോഷിക്കും. നമ്മളുടെ ഒരു ഈദ് ആഘോഷം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ എല്ലാവരും കൂടി ഫുൾ ഫാമിലി ഒക്കെ ആയിട്ട് നമ്മൾ പള്ളിയിൽ പോവും. പള്ളിയില് ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ മിഠായിയും പിന്നെ ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ കാരണം നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടാവുക. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നെ വീട്ടിൽ വരും, ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോവും. എന്നിട്ട് അവർക്കൊക്കെ നമ്മളുടെ വക ചെറിയ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്ത് വീട്ടിൽ വരും. ഉമ്മ നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ടാണ് നമ്മൾ കുറച്ച് ഈദ് ആഘോഷം. സൗദികളാവട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആളുകളാവട്ടെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മൾ ഈദ് ആഘോഷിക്കുന്നത്. അതേപോലെ തന്നെ തലേ ദിവസം തുടങ്ങും അതിൻ്റെ ആഘോഷങ്ങൾ. ഇപ്പം നമ്മൾ തന്നെ കാണുന്നുണ്ട്, ഇതാ ഒരു ഭാഗത്ത് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗം മിഠായി കൊടുക്കുന്നു, ഒരു ഭാഗം കേക്ക് വെട്ടുന്നു. അതേപോലെ തന്നെയാണ് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇവിടെ പല വിഭവങ്ങളാണ്. പലരും പല രൂപത്തിലുണ്ടാക്കിയിട്ട് പല നാട്ടിലുള്ള വിഭവങ്ങളും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. മധുരവും കുട്ടികൾക്ക് പെരുന്നാൾ സമ്മാനങ്ങളും വിതരണം ചെയ്ത് മുതിർന്നവരും ആഘോഷങ്ങളുടെ ഭാഗമാകുന്നു. നാട്ടിലുള്ള ബന്ധുക്കൾ കൂടെയില്ലെങ്കിലും ഉള്ളവരെ കൂട്ടി പെരുന്നാൾ ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികൾ. ഇവിടുത്തെ ഈദ് ഫണ്ണാണെങ്കിലും പക്ഷെ നാട്ടിലുള്ള ഫീൽ ഇവിടെ ഉണ്ടാവില്ല. ഗ്രാൻഡ് പാരൻസിന്റെ ഒപ്പരം കസിൻസിന്റെ ഒപ്പരമുള്ള അത്ര രസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാരെ നമുക്ക് എപ്പോഴും മിസ് ചെയ്യും എല്ലാ ഈദും. ഫിത്ർ സക്കാത്ത് വിതരണം, പുതുവസ്ത്രം അണിഞ്ഞ് പെരുന്നാൾ നമസ്കാരം, പെരുന്നാൾ വിഭവങ്ങൾ തയ്യാറാക്കൽ, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കൽ തുടങ്ങിയവയാണ് പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ പ്രധാനമായും ചെയ്യുന്നത്. അവധിയായതുകൊണ്ട് തന്നെ പലരും ഔദ്യോഗിക ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും വിനോദയാത്രകൾ നടത്തുകയും ചെയ്യുന്നു. ആഘോഷങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ പല രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്നത്. ഇതിനായി സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് അവധിയും നൽകിയിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.